ആർ അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, ഈ അട്ടിമറി എന്നുള്ളത് പ്രാഥമികമായി തന്നെ തള്ളുകയാണോ ചെയ്യുന്നത്, അതോ ഇനിയും ഈ വിശദമായ റിപ്പോർട്ടിന്റെ മറ്റു വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ടോ അതുമായി ബന്ധപ്പെട്ട അച്യുതൻ? ഉന്മേഷ്, അട്ടിമറി സാധ്യത പൂർണ്ണമായും തള്ളുകയല്ല, മറിച്ച് നിലവിൽ അതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. എന്തായാലും അതിൻ്റെ കൂടുതൽ പരിശോധനകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അധികാരികൾ തന്നെ അത്തരമൊരു അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് AAIB അറിയിച്ചിരിക്കുന്നത്. മറിച്ച് ഈ വിമാനത്തിനെ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, ഒപ്പം ആ വിമാനം അവസാന ഘട്ടത്തിൽ വിമാനം നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ഇന്ന് പുലർച്ചയോടുകൂടി പുറത്തു വന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ഈ ഇന്ധന സ്വിച്ച് സംബന്ധിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ചില മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. പക്ഷേ അത് നിർബന്ധിതമായി പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളായിരുന്നില്ല എന്നതുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപ്രകാരം ഈ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഇന്ധന നിയന്ത്രണ സ്വിച്ച് പരിശോധിച്ചിരുന്നില്ല എന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വിടുന്നുണ്ട്. മറിച്ച് പ്രതികൂല കാലാവസ്ഥയോ പക്ഷികൾ കൂട്ടത്തോട് വന്ന് ഈ വിമാനത്തിൽ ഇടിക്കുകയോ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ പല വ്യോമയാന വിദഗ്ധരും പങ്കുവച്ചതും ആ വിവരമാണ്. അതായത് അപൂർവമായിട്ടുള്ള ഒരു ഡബിൾ എഞ്ചിനുകളും പ്രവർത്തനരഹിതമാകുന്ന ഒരു അവസ്ഥയാണ് ഈ വിമാനം നേരിട്ടത് എന്നായിരുന്നു പല വ്യോമയാന വിദഗ്ധരും ഇതുമായി ബന്ധപ്പെട്ട പറഞ്ഞത്. ഇന്നലെ വാൾസ്ട്രീറ്റ് ജേണലും ഒരു റിപ്പോർട്ട് അവരുടെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതിലും ഈ ഇന്ധന സ്വിച്ച് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിലും വിശദീകരിച്ചിരുന്നത്. മാത്രമല്ല, ഈ ഒടുവിലത്തെ അന്വേഷണം, ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻ്റൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഒടുവിലത്തെ അന്വേഷണവും ഈ ഇന്ധന സ്വിച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അതിനൊരു കാരണമായി പറയുന്നത് ഈ റാം എയർ ടർബൈൻ ഓണായിരുന്നു. അത് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ അക്കാര്യങ്ങൾ വ്യക്തമായിരുന്നു എന്നതാണ്. അതായത് വിമാനത്തിൻ്റെ ഊർജം അത് പൂർണ്ണമായും ഇല്ലാതെയാകുന്ന ഘട്ടത്തിലാണ് സാധാരണഗതിയിൽ ഈ ഓട്ടോമാറ്റിക്കലി റേറ്റ് എന്ന് പറയുന്ന ഈ സംവിധാനം ആക്ടിവേറ്റ് ആവുന്നത്. ഇത് ഓണായിരുന്നു, ഇത് ആക്ടിവേറ്റ് ആയിരുന്നു എന്നതാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നത്. ഇത് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വിമാനം എത്തിയതെന്ന് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തി. ഒപ്പം തന്നെ ഇതിൻ്റെ വിങ്സ് ഫ്ലാപ്പ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം കൃത്യമായി ടേക്ക് ഓഫിനായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ആ ഫ്ലാപ്പിൻ്റെ അതിൻ്റെ എല്ലാം അവസ്ഥ എന്നതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് നിലവിൽ അന്നുയർന്ന സംശയങ്ങൾ ഈ ലാൻഡിംഗ് ഫ്ലാപ്പ് ഓണായിരുന്നോ എന്ന തരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ സംശയങ്ങൾ ഇവിടെ AAIB തള്ളുകയാണ്. അത്തരം സംശയങ്ങളൊന്നും ഇതിലില്ല. മറിച്ച് ടേക്ക് ഓഫിൻ്റെ സമയത്ത് തുടരേണ്ട അവസ്ഥയിൽ തന്നെയായിരുന്നു വിങ്സിൻ്റെ ഫ്ലാപ്പ് എന്നതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റൺവേയിൽ നിന്ന് 0.9 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് വിമാനം തകർന്നു വീണത്. അതായത് ATCക്ക് വിമാനത്തിൽ നിന്ന് ലഭിച്ച സന്ദേശം മെയ്ഡേ എന്ന് പറയുന്ന 3 തവണ മെയ്ഡേ എന്ന സന്ദേശമാണ് ATCക്ക് ലഭിക്കുന്നത്. തുടർന്ന് ATC ഈ വിമാനവുമായി ആശയവിനിമയം നടത്താൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അതായത് വിമാനവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം തന്നെ ATCക്ക് മനസ്സിലാവുകയും ചെയ്തു വിമാനം എയർപോർട്ടിന് പുറത്ത് ജനവാസ മേഖലയിലേക്ക് തകർന്നു വീഴുകയുണ്ടായി. അതവരുടെ കൺമുന്നിൽ തന്നെ ആയിരുന്നു എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മറിച്ച് ഈ പൈലറ്റുമാരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവരുടെ അനുഭവ പരിചയം, അവരുടെ ആരോഗ്യനില, മാനസിക നില സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിലും പറയുന്നത്. ഇവിടെ പൈലറ്റുമാരുടെ ഒരു വീഴ്ച പൂർണ്ണമായും തള്ളുന്നില്ലെങ്കിൽ അങ്ങനെ അവരുടെ ഭാഗത്തുനിന്നൊരു അനാസ്ഥ ഉണ്ടായി എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. കാരണം ഈ ഇന്ധന സ്വിച്ചുമായി ബന്ധപ്പെട്ട പൈലറ്റുമാർ തന്നെ ആ കോക്പിറ്റിൽ ഉയർത്തിയ ചോദ്യങ്ങളും ആ മറുപടികളുമാണ് ആ ഒരു കാര്യങ്ങളെ തള്ളുന്നത്. കാരണം ഇന്ധന സ്വിച്ച് ഓഫായതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു പൈലറ്റ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആ സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്ന്. പക്ഷേ അതിന് മറുപടിയായി സഹ പൈലറ്റ് പറയുന്നത് ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നതാണ്. അപ്പോൾ എന്തോ ഒരു തകരാറ് ഈ ഇന്ധന സ്വിച്ചുമായി ബന്ധപ്പെട്ട്, അത്